വളപട്ടണം മനയിലെ വൻ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ വ്യാഴാഴ്ചയും കവർച്ചാ സംഘമെത്തി. ഇത് അഷ്റഫിന്റെ യാത്രാ വിവരങ്ങൾ പൂർണ്ണമായും അറിയുന്നവരുടെ ആസൂത്രണം കവർച്ചയ്ക്ക് പിന്നിലുള്ളതുകൊണ്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വളപട്ടണം മന്നയിലെ അരി വ്യാപാരി കെ.പി. അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഉത്തരേന്ത്യൻ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഈ സൂചന. അരി മൊത്ത വ്യാപാരിയായ അഷ്റഫിന്റെ നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് കവർച്ചാ സംഘം 2 വട്ടം ഈ വീട്ടിൽ എത്തി എന്ന കാര്യം. ബുധനാഴ്ച രാത്രിയും പുലർച്ചെയുമായി നടന്ന കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ ഇതേ വീട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണ് മോഷ്ടാക്കൾ വീണ്ടും എത്തിയത്. ഇത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അഷ്റഫ് എത്ര ദിവസം നാട്ടിൽ ഉണ്ടാകില്ല എന്ന് വ്യക്തമായി അറിയുന്നവർ ആസൂത്രണം ചെയ്തതാകാം ഈ കവർച്ച എന്നാണ് ഇതിൽ നിന്നും പോലീസ് അനുമാനിക്കുന്നത്. 20ഓളം പേരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അഷ്റഫിന്റെ അരിവ്യാപാരവുമായി ബന്ധമുള്ള ജീവനക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ACP TK രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ സ്ക്വാഡിനും ഒരു ഇൻസ്പെക്ടർ എന്ന നിലയിലാണ് സ്ക്വാഡ്. കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ K. സനിൽകുമാർ, ചക്രക്കൽ ഇൻസ്പെക്ടർ MP ആസാദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. മന്നയിലെ മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിവരുന്നത്. നാടിനെയാകെ നടുക്കിയ കവർച്ചയിൽ പ്രതികളെ ഉടൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.